അപ്പോൾ നമ്മൾ ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ഇന്ന് എന്താ GTA 5 സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സീരീസിന് ലൈക്ക് ചെയ്യണേ. ആരും ലൈക്ക് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വ്യൂവേഴ്സ് ഉണ്ട് അത്യാവശ്യം. എനിക്ക് നേരത്തെക്കാളും നന്നായിട്ട് വ്യൂവേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഒന്നുകൂടി എനിക്ക് ഇരുന്നിട്ടൊരു മര്യാദക്ക് ഒരു ഫീലില്ല ഗെയിമിങ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ലൈറ്റ് വെച്ചാൽ ഞാൻ ഇവിടെ എവിടെയോ ആണ് വെച്ചത്. എന്നാലും ഈ മോണിറ്റർ അത്യാവശ്യം നല്ല മോണിറ്ററാണിത്. വലിപ്പമുണ്ട്, പിന്നെ നന്നായിട്ട് കളറും കാണിക്കുന്നുണ്ട്. ഇത് 60 Hz ആണിത്. പിന്നെ ഇത് ഡെല്ലിൻ്റെ ഈ ഒരു 3060 എന്ന് പറഞ്ഞ ഒരു ഡെല്ലിൻ്റെ 3060 എന്ന് പറഞ്ഞൊരു PC ആണിത്. ഇതിനകത്ത് ഞാനിപ്പോൾ 16 GB റാമും അതും ഹൈപ്പർഎക്സിൻ്റെ 16 GB റാം അത് ഇവിടെ ഉണ്ട്. തുറന്ന് കാണിച്ചാൽ ഞങ്ങൾക്ക് ഇതേ ഹൈപ്പർഎക്സിൻ്റെ 16 GB റാമുള്ള രണ്ട് സ്ലോട്ടേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ NVMe സ്ലോട്ട് വരുന്നുണ്ട്, പക്ഷേ എവിടെ NVMe എവിടെ? അയ്യോ, NVMe എവിടെ പോയി? ഇവിടെ ആയിട്ടാണ് NVMe. ദേ ഇവിടെ ആയിട്ട് അതൊരു NVMe സ്ലോട്ടാണ്. അത് തേർഡ് ജനറേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ SSD ആണ് ഈ പ്രാവശ്യം മേടിച്ചിട്ടത്. ഞാൻ നാട്ടിൽ പോയപ്പോൾ SSD ഓർഡർ ചെയ്ത് മേടിച്ചിട്ടതാണ്. അതൊരു 128 GB SSD ആണത്. അത്യാവശ്യം ഇതിനകത്ത് ഞാൻ ഇപ്പോൾ വിൻഡോസിനകത്താണ് ഇട്ടേക്കുന്നത്. ഹാർഡ് ഡ്രൈവ് ഒരു 1 TB ഉണ്ട്. അപ്പോൾ SSDയിൽ വിൻഡോസ് ഇട്ടിട്ട് ഹാർഡ് ഡ്രൈവിൽ ബാക്കി ഗെയിംസ് അങ്ങനെ ഹാർഡ് ഡ്രൈവിലാണ് ഗെയിംസ്, SSDയിൽ ആകെ വിൻഡോസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഈ PC. ഗ്രാഫിക്സ് കാർഡില്ല, പറഞ്ഞ പോലെ ഗ്രാഫിക്സ് കാർഡില്ല, ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അങ്ങനെ കുറച്ച് സംഭവമുണ്ട്, പക്ഷേ എന്നാലും സ്മൂത്തായാണ്. ഇപ്പോൾ SD ഒക്കെ ഇട്ടപ്പോൾ ഒന്ന് സ്മൂത്തായി സംഭവം. ഇത് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ അടി വരേണ്ടതാണ്. അപ്പോൾ എനിക്ക് ഈ പാർട്ടൊന്നും കാണാൻ ഇഷ്ടമല്ല. ഇത് മൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് എപ്പം മാറും എന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും ഇതൊക്കെ പോലത്തെ സ്പേസ്. അപ്പോൾ ഇതിവിടെ മൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ ഹോള് മറ്റേ ഇതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് മൗണ്ട് ചെയ്യുന്നില്ല. ഈ സംഭവം എടുത്തിട്ട് ഇത് കേബിൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന സാധനമാണിത്. അയ്യോ, ഫോക്കസ് ആകുന്നില്ല. കേബിൾ റണ്ണാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന സാധനമാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ പോയിരിക്കുന്നത് വൈഫൈ റൂട്ടർ അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇത് ഇവിടെ വൈഫൈ റൂട്ടറും വൈഫൈൻ്റെ പവറിൻ്റെ കേബിളുമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു സ്പോട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് പവർ ബ്രിക്ക് ഇരിക്കുന്നത്, മറ്റേ ഒരു പവർ സ്ട്രിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ 4 സ്ലോട്ടുണ്ട്. 4 സ്ലോട്ടിലും ഒരെണ്ണത്തിൽ വൈഫൈ ആണ്, പിന്നെ 2 PC. പിന്നെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം എന്തോ അതിൻ്റെ അകത്തൊരു പിന്നുണ്ടാവും, അതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 2 പിന്നുള്ളതേ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മെയിൻലി 3 പിന്നാണ് ഇതുപോലത്തെ പിന്നാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ പൊക്കത്തൊരു പാർട്ടിലൊരു സംഭവം ഇരിപ്പുണ്ട്, അതുകൊണ്ട് അതൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും കറക്റ്റായിട്ടുണ്ട്. ഇതും പിന്നെ നമ്മുടെ വൈഫൈയും കൂടി ആകുമ്പോഴത്തേക്കും ആ സ്ട്രിപ്പ് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഒന്ന് പൊടിയൊക്കെ തട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് SSD ഒന്ന് ഇവിടെ ആയിട്ട് ഒരു മിനിറ്റ്, SSD ഇവിടെ ആയിട്ട് ഞാൻ ഒരു സിപ്പ് ടൈയൊക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. സിപ്പ് ടൈ വെച്ചിട്ട് SSD ഇതാക്കി. അതാകുമ്പോൾ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഊരാനും പറ്റും. SSD ഊരിയിട്ട് കുത്തി തിരിച്ചിട്ട് ഇടാനും പറ്റും. അതാകുമ്പോൾ അനങ്ങത്തില്ല. ഈ സൗണ്ട് ഇങ്ങനെ അത് SSD ഉള്ളതുകൊണ്ട് സൗണ്ട് കേൾക്കത്തില്ല. അപ്പോൾ ഇതൊന്ന് അതിൻ്റെ അകത്ത് കയറ്റി വെക്കുക, എന്നിട്ട് ഇത് തിരിച്ച് ഇങ്ങനെ ലോക്കായി. ഇത്രേ ഉള്ളൂ. പിന്നെ ഈ പാർട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതാവും. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ചൂടാവും, ബിക്കോസ് ഒരേ എക്സോസ്റ്റേ ഉള്ളതിന്. പിന്നെ ഇത് നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ബ്ലാക്ക് കേസും കൂടി ആയതുകൊണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ചെറിയ കേസാണ്. ഇപ്പോൾ കൈ വെച്ച് കാണിച്ചു തരാം. 2 കൈയിൻ്റെ വ്യത്യാസവും 2 കൈയിൻ്റെ ഒരു ഇതേ ഉള്ളൂ. ഇവിടെ
പിന്നെ പൊക്കത്ത് കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ കേസ്. എന്തായാലും ഫ്യൂച്ചറിൽ കേസ് വരുമായിരിക്കും. അപ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മളിത് തിരിച്ച് വെക്കാൻ പോവാണ് റെഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക്. ഇതിൻ്റെ ബാക്ക് ഭാഗം വലിയ ലുക്കില്ല. ഇതെന്തായാലും വോളിനെ ഫേസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഇതുപോലത്തെ സ്ക്രൂസ് 2 ഉണ്ട്. ഇത് രണ്ടും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര കൈ കേസ് ഫിക്സായി. പിന്നെ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഈ പ്ലാസ്റ്റിക് സ്ഥലമാണ്. പ്ലാസ്റ്റിക് സ്ഥലത്ത് ഇവിടെ 1, 2, 3 ഇതിരുമ്പോൾ ഞാൻ കാണിച്ച പോലെ ക്ലിപ്പുണ്ട് ഇവിടെ. ഈ 3 ക്ലിപ്പും ഒടിയാതെ നോക്കണം. ഒടിഞ്ഞ് ഇതിങ്ങനെ ഇങ്ങനെ പോകുന്നോണ്ടിരിക്കും. പതുക്കെ ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പുറത്തെത്തിയിട്ടില്ല. ഇത് എടുക്കണേന് ഇത് ഊരി അകത്ത് നിന്ന് ഇത് ഊരി കിടക്കുവാണെങ്കിൽ അവിടെ നിന്ന് ക്ലിപ്പ് ചെയ്യണം. ഇത് ഊരിയിട്ട് വേണം ക്ലിപ്പ് ചെയ്യാൻ. അകത്തുനിന്ന് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരെണ്ണം ഒടിഞ്ഞതായിരുന്നു. ഇതല്ല, എന്നാലും ഇതേ സെയിം കേസായിരുന്നു. 3060 അല്ല, അതൊരു അതിൻ്റെ കറക്റ്റ് മെയിനായിട്ട് അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. അത് ഞാൻ അതിന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. കറക്റ്റ് എക്സാക്ട്ലി ഇങ്ങനെ ആയിരിക്കും വന്നത്. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ ആയിരിക്കും വന്നത്. ഇങ്ങനെ ആയിരിക്കും വന്നത്. ഇവിടെ കീബോർഡ്, ഒരു മൗസ്, പിന്നെ ഒരു ഈ ടേബിളല്ല ഞാൻ പറയുന്നത്, ഒരു ഷെൽഫ് പോലെ സാധനം. അതെടുത്ത് അതിൻ്റെ അടി വെക്കുമ്പോഴത്തേക്ക് ഇത്തിരി കൂടി ലുക്കായിരിക്കും. ഇതൊക്കെ പേഴ്സണലി മേക്ക് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഈ കേബിൾ ഓടിക്കാൻ പോവാണ്. ഇതും ഇവിടെ ആയിട്ട് വരണ്ട. ഇതിൻ്റെ താഴെ നിന്ന് ഇത് അവിടെ ആയിട്ടാണ് ഇതായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് നടക്കൂല. നിൽക്കണ്ട, അത് ഇങ്ങനെ പതുക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് തിരിച്ച് ഫിറ്റാതെ താഴേക്ക് പതുക്കെ കൊടുത്താൽ മതി. ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് ഞാൻ, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇങ്ങനെ പിടിക്കുക, തിരിച്ചെടുക്കുക, അതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, താഴെ മാത്രം ഒരു കെട്ടുപോലെ വന്നോട്ടെ, അത് പ്രശ്നമില്ല. അത് നമ്മളാരും നോക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഇത് കൊണ്ടുവരട്ടെ കേട്ടോ. ഓക്കെ, കിട്ടി. ഇത് ക്ലോസ് ചെയ്യാൻ സംഭവമാണ്. ക്ലോസ് ചെയ്യണം. ഇത് എടുത്ത് ഇങ്ങനെ ക്ലോസ് കറോ. ഓക്കെ, ഇങ്ങോട്ട് താഴെ ക്ലിപ്പാണ്. ഓക്കെ, ഇത് കീബോർഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. ഇനി ഇതും മൗസും സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, കീബോർഡും മൗസും പിന്നെ ഈ ഒരു സംഭവം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലുക്ക്. പൊടിയില്ല കേട്ടോ. ഓക്കെ, ഈ സംഭവം ഇപ്പോൾ ഞാൻ റൺ ചെയ്തിരിക്കുക. ഞാൻ മറ്റേ സംഭവം വെച്ചിട്ട് അടച്ചിട്ടില്ല, മൂടി വെച്ച് അടച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ ഇത് ഒഴിവാക്കുക. ഇതെന്തായാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സംഭവം ഇതിൻ്റെ ഇടയിൽ കൂടി ഓൾറെഡി ഞാൻ ഫസ്റ്റ് ടൈം റൺ ചെയ്തതാണ്. പിന്നെ ഇതായിരുന്നു ഫസ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ. പക്ഷേ ഇത് പെട്ടെന്ന് എന്തോ ഒരു കാരണം വെച്ച് ഊരിയതാണത്. ശരി, ഊരിയതത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വെക്കുക, അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക, ഇത്രേ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റോടെ ഇത് പോവും. അപ്പോൾ ഈ ഹോൾഡർ എന്ന് വെച്ചാൽ എൻ്റെ ഹെഡ്ഫോൺ ഹോൾഡറാണ്. ഇത് ഞാൻ ഈ ഹെഡ്ഫോൺ അല്ല യൂസ് ചെയ്യുന്നത്, ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ കാണിച്ചു തരാം. ഇതാണ് ഫുൾ സെറ്റപ്പ് ആയിട്ടില്ല, എന്നാൽ മൈക്ക് വരാണ്ട്. ഇത് ഫോൺ ഹോൾഡറാണ്, പക്ഷേ ഞാൻ മൈക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയോ, ഇതാണ് എൻ്റെ മൈക്ക്. എല്ലാം ബ്ലാക്ക് ഓൺ ബ്ലാക്ക് ആണില്ല. ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ വരും. ഞാൻ ഇത് വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുന്ന വെച്ചിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് അലമാരിയുടെ ഈ സംഭവം പോയതാണ്. സൂപ്പർ, അത് പോയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ചത് ഇതിൻ്റെ ഈ സംഭവം ഉണ്ടോ, ഇത് വലുതാണ്. ഇത് ഇവിടുന്ന് ഇത്രയും ഷോർട്ടായിരുന്നെങ്കിൽ പിന്നെ കയറുമായിരുന്നു. അത് ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വലിച്ചെടുത്ത് തിരിച്ചെടുക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് അടുത്തോട്ടാക്കാം, വേണമെങ്കിൽ അകത്താം. അപ്പോൾ ഓക്കെയാണ്. ഇപ്പം ഞാൻ വല്ല ഇത് കാണാൻ മൈക്ക് ആവശ്യമില്ലെങ്കിൽ PC അങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ മൈക്ക് വേണ്ട. പക്ഷെ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ
ഇത് വന്നു. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുന്ന് വെച്ചത് ഇവിടെയും, പിന്നെ അത് നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കണ്ടാൽ അറിയാം. നേരത്തെ വീഡിയോ മൈക്കുണ്ടായിരുന്നില്ല. ശരിയാ, ഇത് ഇരുന്ന് വെച്ച് ഇവിടെയായിരുന്നു. ഇതുണ്ടായിരുന്നില്ല, ആ മൈക്കിൻ്റെ ഹോൾഡർ മാത്രമായിരുന്നു. ഫസ്റ്റ് ഇരുന്ന് വെച്ചാൽ ഇവിടെ, പിന്നെ ഈ മൈക്കിൻ്റെ ഹോൾഡർ വെച്ചിട്ട് ഇവിടെ, പിന്നെ ഇപ്പോൾ ഇവിടെയാണ്. ഇപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ഹോൾഡർ നമുക്ക് കാണണമെങ്കിൽ വന്നിങ്ങനെ നോക്കണം, എന്നാലേ കാണുള്ളൂ. ഇതിപ്പോൾ കാണുന്ന വൃത്തികേടല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇത് വരുന്നോളൂ. ബാക്കിൽ സംഭവം കാണത്തില്ല. നമുക്ക് ഇഷ്ടം പോലെ സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ട, ഇതൊക്കെ പോവും. പിന്നെ എനിക്ക് കേബിൾ മാനേജ്മെൻറ്റ് അറിയാമല്ലോ, ഇതൊക്കെ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പൊക്കത്തുള്ളത്, താഴെയുള്ളത് മാക്സിമം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി റൺ ചെയ്ത് താഴേക്ക് വിടും. അപ്പോൾ ഇവിടെ കേബിൾ കാണത്തില്ല, മോണിറ്റർ കേബിൾ കാണത്തില്ല. പിന്നെ അപ്പോൾ ഇതാണ് മൈക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഇത്. ഇപ്പോൾ ഇത്തിരി ഇതിനി ഞാൻ സിപ്റ്റായി വെച്ചിട്ട് ഈ വയറ് കണ്ട ഇവിടെ ഫോക്കസ്, ഈ വയറ് കണ്ട, ഈ വയറ് നമുക്ക് ഇത്തിരി സിപ്റ്റായി വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അതും. പക്ഷേ ഇത് ടൈമത്തേക്ക് അത് വയറെല്ലാം സിപ്റ്റായി ചെയ്യാതിരിക്കണം നല്ല. ബിക്കോസ് നിങ്ങൾക്ക് മേടിക്കുമ്പോൾ ആമസോണിലൊക്കെ സ്ലീവ്സ് കിട്ടും. ഇവിടെ ആമസോണില്ല, അതുകൊണ്ട് സ്ലീവ്സ് ഇല്ല. അതുകൊണ്ട് ആമസോണിൽ സിപ്റ്റായി മേടിക്കുന്നതിനേക്കാളും നല്ലത് ആമസോണിൽ സ്ലീവ്സ് മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ബണ്ടിലായിട്ടുള്ള സംഭവമൊക്കെ ഒറ്റയടിക്ക് ഒരേ ഒരു കേബിൾ പോലെ നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. ഇലക്ട്രിക്കൽ ഷോപ്പ് അങ്ങനെ സ്ഥലത്തൊക്കെ കിട്ടും ഈ സംഭവം. അതാകുമ്പോൾ പിന്നെ ഇതിൻ്റെ വയർ അതിൻ്റെ ഇടയിൽ കൂടി ഇടുക, മറ്റേ മൂടി വലിച്ച് സാധനം വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ പവർ കുത്താൻ പോവാണ്. വർക്ക് ചെയ്യാൻ നോക്കാമല്ലേ. ഇത് ഞാൻ വെച്ചിട്ടില്ല, വെക്കും. പവർ കുത്തിയതിന് ശേഷം വർക്ക് ചെയ്യണ്ടെന്ന് നോക്കണ്ടേ. ഓക്കെ, പവർ കുത്തി. പവറായോ? ഇതാ, യെസ്, ഇറ്റ് ഈസ് ബുട്ടിങ് ഓൺ. ഇത് ഇവിടെ ഓണാവോ? യെസ്, എൻ്റെ അപ്പോന്നോ. അങ്ങനെ ഓണായി. ഇത് കുറച്ച് നേരം എടുക്കും ബൂട്ടാൻ. 2-3 പ്രാവശ്യം ഇങ്ങനെ ഓഫായി ഓണായി. അത് പവറിൻ്റെ അതെന്താണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണം. ഞാൻ ഇത് ഓഫാക്കാൻ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം സ്വിച്ച് ഓഫ്, നമ്മുടെ ഈ സ്വിച്ചില്ലേ, ഇതിങ്ങനെ ഓഫ് ചെയ്യണ സമയത്തായിരിക്കും ഇതിങ്ങനെ 2-3 പ്രാവശ്യം ഓഫായി ഓണായി. ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ സംഭവം അങ്ങനെ ഒരു പ്രാവശ്യം നമുക്ക് ബട്ടൺ നോക്കിയാൽ പടേന്ന് ഒരു ഓണായി വരും. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഡെല്ലിൻ്റെ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ, അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ വായിക്കും. സംഭവം എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. ഇതാ കണ്ട, സ്ട്രെയിറ്റ് പോകുന്ന ബയോസ്, ഫ്ലിക്കറിങ് നോക്കണ്ട, അത് ഇതിൻ്റെ അല്ല ഫോണിൻ്റെ ആണ്. നേരെ ബൂട്ടായ ഇപ്പം നേരെ ബയോസിലേക്കാണ്. പക്ഷേ കാണാൻ ഒരു ലുക്ക് ഉണ്ട് ഇപ്പം. ഓക്കെ, ഇത് ജസ്റ്റ് ഇപ്പം നമ്മൾ നേരെ പോയിട്ട് കണ്ടിന്യൂ അടിച്ചാലും സ്ട്രൈറ്റ് വിൻഡോസിലേക്ക്, അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പം ഇത് മാത്രമല്ല, ഇതിൻ്റെ പോലത്തെ വേറൊരു പി സിയും കൂടി ഉണ്ട്. അത് ഇവിടെ അല്ല, വേറൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവനും സെയിം ഇഷ്യൂ അല്ലത്. ജസ്റ്റ് ഈ സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നേരെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ. അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്താൽ ഇങ്ങനെയാണ് വന്നത്. കൂട്ടായിട്ടുണ്ട് സംഭവം. പിന്നെ വാൾപേപ്പറൊന്നും ഇല്ല, എനിക്ക് വലിയ ലൈവ് വാൾപേപ്പറൊന്നും ഇഷ്ടമല്ല. ഇത് തന്നെ വാൾപേപ്പർ. ഇത് കാണാൻ രസമുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും ഇത് സെറ്റ് ചെയ്തിട്ട് ഇതും കൂടി ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വരാം. ഓക്കെ, നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. ഇപ്പോൾ കേബിൾ എന്ന് പറഞ്ഞ സാധനം ഇത് ശ്രദ്ധിക്കണ്ട, വേറെ കേബിൾ ഇതും ശ്രദ്ധിക്കണ്ട, ഇതും ശ്രദ്ധിക്കണം. എല്ലാം കണ്ട, എല്ലാം അതിലേ പോയിട്ട് പവർ കേബിൾ അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റിയില്ല. ബിക്കോസ് ഇതും കൂടി ഞാൻ തുളക്കേണ്ടി വന്നതന്നെ. അപ്പോൾ പവർ കേബിൾ കൊടുത്തില്ല. പവർ കേബിൾ എന്നാലും ഇതിൻ്റെ കറക്റ്റ് അഡ്ജസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത്. നമ്മൾ ഇതിലേ വന്ന് നോക്കിയാലും കണ്ട ഇങ്ങനെ കാണത്തുള്ളൂ, അല്ലാണ്ട് വലിയ കേബിൾ വാങ്ങി ആര് നോക്കാനാണ് അങ്ങനെ. ഓക്കെ, എൻ്റെ SSD ഇട്ടിട്ട് ബൂട്ടിങ് സ്പീഡ് നോക്കിയോ. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല. സ്വിച്ച് ഓഫ് ചെയ്യാണ്ട് നിങ്ങൾ നോക്കി, നേരത്തെ ഇപ്പോഴത്തെ ഡിഫറൻസ് നോക്കുക കേട്ടോ. ഇപ്പോൾ ഓണായി ഡെല്ല്. ഓക്കെ, നോക്കിയോ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കട്ടോ.
അത്യാവശ്യം ഈ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ HDD-യിലായിരിക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു സ്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ, ഇത് ഈ സംഭവം ഞാൻ ഇപ്പോഴാണ് SSD ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇത് കാണുന്നത്, ഈ കറങ്ങണത്. മറ്റേന്ന് വെച്ചാൽ HDD ഇങ്ങനെ വന്നിങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ ആവും. അങ്ങനെയാണ് ഈ സംഭവം ഓപ്പൺ ആയിക്കൊണ്ട് വെച്ചാൽ. ഇപ്പോൾ എന്താ അപ്ഡേറ്റ് ഉണ്ടെന്ന് പ്ലീസ് വെയിറ്റ്. കണ്ടാ ഇത് നിങ്ങൾക്കിപ്പോൾ ഡിഫറൻസ് മനസ്സിലാവില്ല, പക്ഷേ ഞാൻ HDD ഉള്ള സമയത്തെ ഇത് അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് റെക്കോർഡ് ചെയ്യണമായിരുന്നു. എന്നാലും ഇതൊരു മേജർ ഡിഫറൻസാണ്. പിന്നെ ഇതിങ്ങനെ ബൂട്ടിങ് ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ പാസ്വേഡ് അടിച്ചിട്ട് കയറിയെന്ന് വെച്ചോ, ഇങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇത്ര സ്പീഡ് HDD ഇടുമ്പോൾ. പിന്നെ ഞാൻ എൻ്റെ കോൺട്രാസ്റ്റ് കുറച്ച് വെച്ചേക്കാം, ഒരു മിനിറ്റ്, വൈറ്റ്നസ് കൊടുക്കും. ഇപ്പം ഇത് ഫുള്ള് കുറവാണ്. ഇത് മൂവി മോഡിലിട്ടിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് പിന്നെ കാണാം എങ്ങനെയുണ്ട് സംഭവം. നേരത്തേക്കാളും വേ ബെറ്റർ ഇതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തത് GTA 5 പാർട്ട് 6 or 7 എന്താണ്ടാണ്. അപ്പോൾ എട്ടി വെച്ചിട്ടുണ്ട്, എന്തായാലും അടുത്തതിലേക്ക് തന്നെ വരും. സോ ഇത് നമ്മുടെ കമ്പ്യൂട്ടർ മുഴുവൻ എടുത്തിട്ട് മാറ്റി ഒന്ന് സെറ്റ് ചെയ്തതാണ്, വയർലെസ് സംഭവം പോലെ ആക്കിയതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.